റഷ്യൻ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഉക്രൈൻ നേരിടുന്ന ഗുരുതരമായ തിരിച്ചടികളും വെല്ലുവിളികളും വെളിപ്പെടുത്തുന്ന നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റഷ്യൻ സേന പ്രയോഗിച്ച മിസൈലുകളുടെ വിവരങ്ങളും അവയിൽ എത്രയെണ്ണം തടഞ്ഞു നിർത്തി തകർത്തതെന്ന കണക്കുകളും കൃത്യമായി പുറത്തുവിടുന്ന പതിവ് ഉക്രൈൻ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ സുരക്ഷാ കാരണങ്ങളാലും അടിയന്തര വിവരങ്ങൾ ശത്രുക്കൾക്ക് ലഭിക്കാതിരിക്കാനുമാണ് ഈ മാറ്റമെന്നാണ് നിഗമനമെങ്കിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയമാണ് ഇതിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ബ്ലൂംബർഗ് തയ്യാറാക്കിയ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് കീവ് പോസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സമീപകാലത്ത് നടന്ന വൻതോതിലുള്ള റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈന് സാധിച്ചിട്ടില്ല. യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായും പ്രവർത്തന സുരക്ഷ മുൻനിർത്തിയുമാണ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെച്ചതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. എന്നാൽ വ്യോമ പ്രതിരോധ നിരയിലെ തകർച്ചകൾ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടാതിരിക്കാനുള്ള ശ്രമം കൂടിയതാണിതെന്ന നിരീക്ഷണവും ശക്തമാണ്. അടുത്തിടെ നടന്ന ഒരു അതിരൂക്ഷമായ റഷ്യൻ ആക്രമണത്തിൽ വിക്ഷേപിച്ച 28 ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നുപോലും തടഞ്ഞു നിർത്താൻ സാധിച്ചില്ലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നഗരങ്ങളെയും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകൾ പ്രതിരോധ നിരകളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുകയായിരുന്നു. ഇത് ഉക്രൈൻ സേനയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. ജൂലൈ മാസത്തിൽ പുറത്തു വന്ന കണക്കുകളും ഉക്രൈന്റെ വ്യോമ പ്രതിരോധ ശേഷിയിലുണ്ടായ കടുത്ത ഇടിവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അക്കാലയളവിൽ റഷ്യ തൊടുത്തുവിട്ട 195 ബാലിസ്റ്റിക് മിസൈലുകളിൽ വെറും 29 എണ്ണം മാത്രമാണ് ഉക്രൈൻ സേനയ്ക്ക് വ്യോമ മധ്യത്തിൽ വെച്ച് തകർക്കാൻ കഴിഞ്ഞത്. അതായത് തൊടുത്തുവിട്ട മിസൈലുകളുടെ ഭൂരിഭാഗവും ഉക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മുന്നേറിയെന്ന് സാരം. ഇതിൽ 40ഓളം മിസൈലുകൾ യന്ത്ര തകരാറുകൾ മൂലമോ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമോ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ പതിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തു. എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈവശമുണ്ടായിട്ടും റഷ്യൻ ആക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ഉക്രൈന് സാധിക്കുന്നില്ല എന്നത് സഖ്യരാഷ്ട്രങ്ങളെയും വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ദിവസവും പുറത്തുവിടുന്ന പ്രതിരോധ സ്ഥിതിവിവര കണക്കുകൾ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവച്ചിരിക്കുന്നതെന്നും ഇവ പൂർണ്ണമായും ഒളിച്ചുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് കീവിൽ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് റഷ്യൻ സേനയ്ക്ക് തങ്ങളുടെ ആക്രമണ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായകരമാകുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റുന്നതെന്നും എവിടെയൊക്കെയാണ് മിസൈലുകൾ കൃത്യമായി പതിച്ചതെന്നും മനസ്സിലാക്കാൻ ഈ സ്ഥിതിവിവര കണക്കുകൾ റഷ്യയെ സഹായിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യ തങ്ങളുടെ ആക്രമണ രീതികളിൽ മാറ്റം വരുത്തുകയും പ്രതിരോധം കുറഞ്ഞ മേഖലകളെ ലക്ഷ്യമിടുകയും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് കണക്കുകൾ രഹസ്യമാക്കാൻ ഉക്രൈൻ നിർബന്ധിതരായത്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ പേട്രിയറ്റ് ഉൾപ്പെടെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മിസൈൽ ശേഖരം തീർന്നു പോകുന്നതാണ് ഉക്രൈൻ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി. ശത്രുക്കളുടെ എല്ലാ മിസൈലുകൾക്കും നേരെ പ്രത്യാക്രമണം നടത്താൻ ആവശ്യമായ റൊട്ടേഷൻ മിസൈലുകൾ ഉക്രൈന്റെ പക്കൽ നിലവിലില്ല. ഇതും പ്രതിരോധ ശേഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. റഷ്യ തങ്ങളുടെ ആക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകളുടെ സാങ്കേതിക വിദ്യ തുടർച്ചയായി നവീകരിക്കുന്നതും പ്രതിരോധ നിരകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളുടെ വേഗതയും സഞ്ചാരപാതയിലെ മാറ്റങ്ങളും പരമ്പരാഗത തടസ്സപ്പെടുത്തൽ സംവിധാനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇത് കീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളെ കൂടുതൽ അപകടത്തിലാക്കുന്നു. കൂടാതെ ഉത്തര കൊറിയ നൽകിയ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ ഉക്രൈന് നേരെ വ്യാപകമായി പ്രയോഗിക്കുന്നുണ്ട്. സാധാരണ റഷ്യൻ മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായ സഞ്ചാരപാത പിന്തുടരുന്നതിനാൽ ഇവയെ പ്രതിരോധിക്കാൻ ഉക്രൈൻ സേന ഏറെ പാടുപെടുകയാണ്. അതുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈലുകളെ തടഞ്ഞു നിർത്തുന്നതിൽ ഉക്രൈൻ വൻ പരാജയം നേരിടുന്നത്. വ്യോമ പ്രതിരോധത്തിന്റെ പോരായ്മകൾ പരസ്യമാകുന്നത് രാജ്യത്തിനുള്ളിലെ ജനങ്ങളുടെ ആത്മവീര്യത്തെ ബാധിക്കുമെന്ന ഭയവും ഭരണകൂടത്തിനുണ്ട്. എല്ലാ ആക്രമണങ്ങളെയും വിജയകരമായി തടയുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി സിവിലിയന്മാർക്കിടയിൽ സുരക്ഷിതത്വ ബോധം നൽകിയിരുന്നു. എന്നാൽ കണക്കുകൾ പ്രതികൂലമാകുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വൻ പരിഭ്രാന്തി പടർത്താൻ ഇടയാക്കും. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട സൈനിക സഹായങ്ങളെയും അത് ബാധിച്ചേക്കാമെന്ന നിരീക്ഷണവുമുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന വാർത്തകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആയുധ ലഭ്യതയ്ക്ക് തടസ്സമായേക്കാം. അതിനാൽ സഖ്യകക്ഷികളിൽ നിന്ന് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ ആയുധങ്ങൾ അടിയന്തരമായി ആവശ്യപ്പെടാനാണ് കീവിന്റെ ലക്ഷ്യം.
ഒരു വശത്ത് ഡ്രോൺ ആക്രമണവും മറുവശത്ത് അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഉക്രൈന്റെ പ്രതിരോധ നിരയെ പൂർണ്ണമായും തളർത്തുക എന്ന തന്ത്രമാണ് റഷ്യ പയറ്റുന്നത്. ഒരേ സമയം ഡസൻ കണക്കിന് മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ അവയെല്ലാം തടയുക എന്നത് ഉക്രൈന് അപ്രാപ്യമായി മാറിയിരിക്കുകയാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പ്രധാന നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജ നിലയങ്ങളും ലക്ഷ്യമിട്ടാണ് റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകൾ എത്തുന്നത്. വരാനിരിക്കുന്ന ശൈത്യകാലത്തിന് മുൻപായി ഉക്രൈന്റെ ഊർജ്ജ മേഖല തകർക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. പ്രതിരോധ നിര തകരുന്നതോടെ ഈ കേന്ദ്രങ്ങൾ കൂടുതൽ ആക്രമണങ്ങൾക്ക് വിധേയമാക്കാനുള്ള സാധ്യതയേറുന്നു. യുദ്ധരംഗത്തെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് സൈനിക സുരക്ഷയ്ക്ക് അനിവാര്യമാണെങ്കിലും അത് നൽകുന്ന സൂചനകൾ അതീവ ഗുരുതരമാണ്. റഷ്യൻ ആക്രമണങ്ങളുടെ ശക്തിയും കൃത്യതയും വർദ്ധിക്കുമ്പോൾ അത് പ്രതിരോധിക്കാൻ ഉക്രൈൻ കൂടുതൽ കഷ്ടപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിയാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവൂ. ഉക്രൈൻ തങ്ങളുടെ ആക്രമണ തടസ്സപ്പെടുത്തൽ കണക്കുകൾ പുറത്തുവിടുന്നത് നിർത്തിയത് കേവലം ഒരു വാർത്താ നിയന്ത്രണമല്ല, മറിച്ച് വ്യോമ പ്രതിരോധ രംഗത്ത് അവർ നേരിടുന്ന വലിയ സങ്കീർണതകളുടെ തെളിവാണ്. റഷ്യയുടെ നിരന്തരമായ മിസൈൽ വർഷത്തിനു മുൻപിൽ കീവിന്റെ സുരക്ഷാ കവചങ്ങൾക്ക് വിള്ളൽ വീണ് തുടങ്ങിയെന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ വെളിവാക്കുന്നത്.